പ്ലാസ്റ്റിക് എന്ന വിപത്ത്. ഭൂമിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങളും ആർത്തിയും സുഖലോലുപതയോടുള്ള അമിതാവേശവും ഉണ്ടാക്കിയെടുത്ത വലിച്ചെറിയൽ സംസ്കാരം ലോകത്താകെ വ്യാപിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്നവയിൽ ഇന്ന് ഏറ്റവും അധികം അപകടകാരിയാവുന്ന വസ്തുവാണ് പ്ലാസ്റ്റിക്. ഭൂമി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് പ്ലാസ്റ്റിക് മലിനീകരണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു. പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഇനിയും നമ്മൾ ഗൗരവമായി എടുത്തിട്ടില്ല. അതിനാലാണ് ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാകുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനപ്പെട്ടതും ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നേരിട്ട് കടന്നു ചെന്നതുമായ വസ്തുവാണ് പ്ലാസ്റ്റിക്കുകൾ. ഭാരക്കുറവും വിലക്കുറവും പെട്ടെന്ന് പല രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളത് കൊണ്ടല്ല പ്ലാസ്റ്റിക് നമുക്ക് ഏറെ പ്രിയമുള്ളതായി. ഇന്ന് അടുക്കളയിൽ മുതൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറി. ദിവസവും പ്ലാസ്റ്റിക് കൊണ്ടുള്ള എത്രയെത്ര സാധനങ്ങളാണ് നാം ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഇത്രയേറെ സുഗമമാക്കിയതിൽ പ്ലാസ്റ്റിക്കിൻ്റെ പങ്ക് ഏറെ വലുതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തത്തോടെ കളിപ്പാട്ടങ്ങൾ മുതൽ ചികിത്സാ ഉപകരണങ്ങളുടെ വരെ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറഞ്ഞു എന്നത് വളരെ വലിയ കാര്യമാണ്. എന്നാൽ ഇന്ന് ഭൂമിയെ തന്നെ മൂടത്തക്ക അളവിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് മുന്നിൽ കൂമ്പാരമായി ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടായിട്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനോ പൂർണ്ണമായി പ്ലാസ്റ്റിക് രഹിതമാക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. പ്ലാസ്റ്റിക്കിൻ്റെ പല ഗുണങ്ങൾക്കൊപ്പം തങ്ങൾ തുറന്നുവിട്ട ഭൂതത്തെ തിരികെ കുപ്പിയിലാക്കാനാവാതെ വലയുകയാണ് മനുഷ്യനിന്ന്. വിവേചനമില്ലാത്ത രീതിയിലുള്ള ഉപയോഗവും ആസൂത്രണമില്ലാതെയുള്ള അശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജന രീതികളും പലവിധത്തിൽ ഉപകാരിയായ പ്ലാസ്റ്റിക്കിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ലോകത്തെ ഒരു വർഷത്തെ പ്ലാസ്റ്റിക് ഉൽപ്പാദനം 400 മില്യൺ ടൺ എന്നാണ് കണക്ക്. അതിൽ തന്നെ പകുതിയിലേറെ ഒറ്റ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്. ജൈവപദാർത്ഥങ്ങൾ മണ്ണോട് ചേരുമ്പോൾ അജൈവ പദാർത്ഥമായ പ്ലാസ്റ്റിക് നശിക്കാതെ വിഘടിച്ച് കൂടുതൽ വിനാശകരമായി തീരുന്നു. പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും 10 മുതൽ 1000 വരെ വർഷമെടുത്താണ് വിഘടിച്ച് മണ്ണോട് ചേരുന്നത്. അത്രയും വർഷം ഇവ മണ്ണിൽ കിടന്ന് അവ ജൈവ ഘടകങ്ങൾ ലയിച്ചു ചേരുന്നതിനെ തടയുകയും നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുകയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ മന്ദിപ്പിക്കുകയുമെല്ലാം ചെയ്യും. ഇതിനേക്കാൾ ആപത്കരമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ച് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത്. സൂക്ഷ്മ പ്ലാസ്റ്റിക് കണികകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന് അത് ശ്വസിക്കുന്ന മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ആപത്തുണ്ടാക്കുന്നു. ഹാനികരമായ സൂക്ഷ്മജീവികളുടെ കോളനിയായി ജലത്തിലെ പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപങ്ങൾ മാറുന്നുണ്ടെന്നും പഠനങ്ങൾ കാണിക്കുന്നു. പ്ലാസ്റ്റിക് വിഘടിച്ചുണ്ടാകുന്ന സൂക്ഷ്മ കണികകൾ ലോകമെമ്പാടും ജലവിതരണ സംവിധാനത്തെ മലിനമാക്കുന്നു. പ്രതിവർഷം 80 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കടലിലെത്തുന്നത്. സമുദ്രങ്ങൾ കുപ്പത്തൊട്ടികളായി മാറുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കടൽ ജീവികളുടെ വ്യാപക നാശവും ഇതിൻ്റെ ഫലമായുണ്ടാകും. ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം എന്നത് അനിവാര്യമായും പരിഹരിക്കേണ്ട പ്രശ്നവും ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന യാഥാർത്ഥ്യവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കുക, അവയുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക, ഉള്ളവ ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാനാവും. അതോടൊപ്പം ശാസ്ത്രീയമായ സ്ഥിരം പരിഹാരമാർഗങ്ങൾ വേറെയുണ്ടാവണം. വലിയ സാമൂഹ്യ ഉത്തരവാദിത്വത്തോടെ അവ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. നല്ലൊരു നാളേക്കായി, പ്ലാസ്റ്റിക് മുക്തമായൊരു ഭൂമിക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.